ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രസംഗം മിനിറ്റുകൾക്കുള്ളിലാണ് ലോകം മൊത്തം വൈറലായിട്ടുള്ളത്. വളരെ വലിയ രീതിയിൽ, അതായത് ഇസ്രായേലിന്റെ എതിരാളികളായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള സകല ആളുകളും നടുക്കത്തോടു കൂടിയാണ് ഈ ഒരു പ്രസംഗം കേട്ടിട്ടുള്ളത്. ഇസ്രായേലിന്റെ നിലപാട് ലോകത്തിന് മുന്നിൽ ഉറച്ച ശബ്ദത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹമാസ്, ഹിസ്ബുള്ള സകല പ്രധാനപ്പെട്ട വിഷയങ്ങളും എടുത്ത് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നിലപാട് ഉറക്കെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ മലയാള പരിഭാഷ ഞാനൊന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ വർഷം ഞാനിവിടെ വരാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എൻ്റെ രാജ്യം യുദ്ധത്തിലാണ്, ജീവന് വേണ്ടി പോരാടുകയാണ്. പക്ഷേ ഈ വേദിയിലെ പ്രസംഗകരിൽ പലരും എൻ്റെ രാജ്യത്തിനെതിരെ ഉന്നയിക്കുന്ന നുണകളും അപവാദങ്ങളും കേട്ടപ്പോൾ ഇവിടെ വന്ന് സത്യം വിളിച്ചു പറയാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ഇവിടെ വരാൻ തീരുമാനിച്ചു. എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും സത്യത്തിന് വേണ്ടി സംസാരിക്കുവാനുമാണ് ഞാൻ വന്നത്. സത്യം ഇതാണ്. ഇസ്രായേൽ സമാധാനം തേടുന്നു. ഇസ്രായേൽ സമാധാനത്തിനായി കൊതിക്കുന്നു. ഇസ്രായേൽ സമാധാനം സ്ഥാപിച്ചു, വീണ്ടും സമാധാനം സ്ഥാപിക്കും. എന്നിട്ടും ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അവർക്കെതിരെ ഞങ്ങൾ സ്വയം പ്രതിരോധിക്കണം. ഞങ്ങളുടെ ശത്രുക്കളായ ഈ കൊലപാതകികൾ ഞങ്ങളെ നശിപ്പിക്കാൻ മാത്രമല്ല, ലോകത്തെ തന്നെ നശിപ്പിക്കാനും നമ്മെയെല്ലാം സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഭീകരതയുടെയും ഇരുണ്ട യുഗത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ശ്രമിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ മോസസ് ഇസ്രായേൽ ജനതയുടെ മുമ്പാകെ വെച്ച അതേ കാലാതീതമായ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. ഭാവി തലമുറകൾക്ക് നാം അനുഗ്രഹമാണോ ശാപമാണോ എന്ന് നിർണയിക്കുന്നത് നമ്മുടെ പ്രവർത്തികളാണെന്ന് മോസസ് പറഞ്ഞല്ലോ. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന തിരഞ്ഞെടുപ്പും അതാണ്. ഇറാന്റെ തുടർച്ചയായ ആക്രമണത്തിൻ്റെ ശാപം, അല്ലെങ്കിൽ അറബിയും ജൂതനും തമ്മിലുള്ള ചരിത്രപരമായ അനുരഞ്ജനത്തിൻ്റെ അനുഗ്രഹം. ആ പ്രസംഗത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ അനുഗ്രഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള കരാർ എന്നത്തെക്കാളും ഞങ്ങളെ തമ്മിൽ യോജിപ്പിച്ചതായി തോന്നുന്നു. എന്നാൽ പിന്നീട് ഒക്ടോബർ 7 ശാപം വന്നു. ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് ഇറാനിയൻ പിന്തുണയുള്ള ഹമാസ് ഭീകരർ പിക്കപ്പ് ട്രക്കുകളിലും മോട്ടോർ സൈക്കിളുകളിലും ഇസ്രായേലിലേക്ക് കടന്നു കയറി. അവർ സങ്കല്പിക്കാനാവാത്ത ക്രൂരതകൾ ചെയ്തു. 1200 പേരെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി. അവർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, വികൃതമാക്കുകയും ചെയ്തു. അവർ പുരുഷന്മാരെ ശിരച്ഛേദം ചെയ്തു. നാസി ഹോളോകോസ്റ്റിനെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങളിൽ അവർ മുഴുവൻ കുടുംബാംഗങ്ങളെയും ജീവനോടെ ചുട്ടരിച്ചു. മാതാപിതാക്കൾ, മുത്തശ്ശിമാർ തുടങ്ങി എല്ലാവരും ആക്രമിക്കപ്പെട്ടു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 251 പേരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി ഗാസയിലെ തടവറകളിലേക്ക് വലിച്ചിയച്ചു. ജീവനോടെ തിരിച്ചെത്തിയ 117 പേർ ഉൾപ്പെടെ 154 പേരെ ഇസ്രായേൽ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ബാക്കിയുള്ള ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ചില കുടുംബാംഗങ്ങൾ ഇന്ന് ഞങ്ങളുടെ
കൂടെയുണ്ട്. നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇടാൻ ഈ കാണുന്ന എലിഷ്ടിവി മകനാണ്. അതായിരുന്നു അവൻ്റെ കുറ്റം. ഒരു സംഗീതോത്സവം. കോബി സമോറോനയുടെ മകൻ ജൊനാഥൻ കൊല്ലപ്പെട്ടു. ആ മൃതദേഹം ഗാസയിലെ ഭീകര തുരങ്കങ്ങളിലേക്ക് കൊണ്ടുപോയി. ഒരു മൃതദേഹത്തെ ബന്ദിയാക്കി. ധീരനായ അറബ് ഇസ്രായേൽ സൈനികനായ മുഹമ്മദിനെ ഹമാസ് കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും ഗാസയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സലീം അൽ ത്രാഷ് ഇവിടെയുണ്ട്. അതേ സംഗീതോത്സവത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഇഫത്ത് ഹൈമാന്റെ മകൾ ഇൻബറിന്റെ മൃതദേഹവും ഹമാസ് അതുപോലെ ചെയ്തു. ഷാരോൺ ഷറാബിയും ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ യോസി കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇപ്പോഴും ബന്ദിയാക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ ജ്യേഷ്ഠന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുന്നു. തീവ്രവാദികൾ തുടച്ചു നീക്കിയ കിബ്ബട്സ് നിർ ഓസിർ നിന്നുള്ള യസിർ ലിഫ്റ്റിഷും ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ട്. സന്തോഷകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അമ്മ യോജേവിൻ്റെ മോചനം ഞങ്ങൾ നേടി. പക്ഷേ പിതാവ് ഒഡേഡ് ഇപ്പോഴും ഹമാസിൻ്റെ ഭൂഗർഭ ഭീകര നരകത്തിൽ വീർപ്പുമുട്ടുകയാണ്. ഞാൻ നിങ്ങൾക്ക് വീണ്ടും വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. ഈ വിശുദ്ധ ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ ഞങ്ങൾ ആ പരിശ്രമം ഒഴിവാക്കില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഒക്ടോബർ 7 ശാപം ഗാസയിൽ നിന്ന് ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചപ്പോൾ ആരംഭിച്ചു. പക്ഷേ അത് അവിടെ അവസാനിച്ചിട്ടില്ല. ഉടൻ തന്നെ ഇറാൻ രൂപീകരിച്ച 6 യുദ്ധമുഖങ്ങളിൽ കൂടി സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരായി. ഒക്ടോബർ 8 ലബനനിൽ നിന്ന് ഹിസ്ബുള്ള ഞങ്ങളെ ആക്രമിച്ചു. അതിനുശേഷം അവർ 8000-ലധികം റോക്കറ്റുകൾ നമ്മുടെ പട്ടണങ്ങൾക്കും നഗരങ്ങൾക്കും നേരെയും നമ്മുടെ സാധാരണക്കാർക്ക് നേരെയും തൊടുത്തുവിട്ടു. 2 ആഴ്ചയ്ക്ക് ശേഷം യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടു. ഇത്തരത്തിൽ 250 ആക്രമണങ്ങൾ ഇന്നലെ ടെല്ലവീവിനെ ലക്ഷ്യമിട്ടത് ഉൾപ്പെടെ. സിറിയയിലെയും ഇറാഖിലെയും ഇറാന്റെ ഷിയ മിലിഷ്യകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡസൻ കണക്കിന് തവണ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇറാൻ പിന്തുണയോടെ യഹൂദ്യയിലെയും സമരിയയിലെയും ഫലസ്തീൻ ഭീകരർ അവിടെയും ഇസ്രായേലിൽ ഉടനീളവും നിരവധി ആക്രമണങ്ങൾ നടത്തി. കഴിഞ്ഞ ഏപ്രിലിൽ ആദ്യമായി ഇറാൻ സ്വന്തം പ്രദേശത്ത് നിന്ന് ഇസ്രായേലിനോട് നേരിട്ട് ആക്രമിച്ചു. 300 ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ബാലസ്റ്റിക് മിസൈലുകളും ഞങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടു. ടെഹ്റാനിലെ സ്വേച്ഛാധിപതികൾക്ക് എൻ്റെ വക ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ചടിക്കും. ഇസ്രായേലിൻ്റെ കൈകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലം ഇറാനിൽ ഇല്ല. മുഴുവൻ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ. അറുകൊലയിലേക്ക് നയിക്കപ്പെടുന്ന ആട്ടിൻകുട്ടികൾ എന്നതിനു പകരം ഇസ്രായേൽ സൈനികർ അസാമാന്യമായ ധീരതയോടും വീരോചിതമായ ത്യാഗത്തോടുകൂടെ പോരാടി. ഈ അസംബ്ലിക്കും ഈ ഹാളിനും പുറത്തുള്ള ലോകത്തിനും എനിക്കൊരു മറ്റൊരു സന്ദേശമുണ്ട്. ഞങ്ങൾ വിജയിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ സപ്തമുഖ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാനെതിരെ സ്വയം പ്രതിരോധിക്കുന്നതിനാൽ അനുഗ്രഹത്തെയും ശാപത്തെയും വേർതിരിക്കുന്ന വരികൾ ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷം ഞാനിവിടെ അവതരിപ്പിച്ച ഭൂപടമാണിത്. അതൊരു അനുഗ്രഹത്തിൻ്റെ ഭൂപടമാണ്. ഇസ്രായേലും അതിൻ്റെ അറബ് പങ്കാളികളും ചേർന്ന് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം രൂപീകരിക്കുന്നത് ഇത്
കാണിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിനും മെഡിറ്ററേനിയൻ കടലിനുമിടയിൽ ഈ പാലത്തിന് കുറുകെ ഞങ്ങൾ റെയിൽ ലൈനുകൾ, ഊർജ പൈപ്പ് ലൈനുകൾ, ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ എന്നിവ സ്ഥാപിക്കും. ഇത് 2 ബില്യൺ ജനങ്ങളുടെ പുരോഗതിക്ക് സഹായിക്കും. ഇനി രണ്ടാമത്തെ മാപ്പ് നോക്കൂ. അതൊരു ശാപത്തിൻ്റെ ഭൂപടമാണ്. ഇന്ത്യൻ മഹാസമുദ്രം മുതൽ മെഡിറ്ററേനിയൻ വരെ ഇറാൻ സൃഷ്ടിച്ച് അടിച്ചേൽപ്പിച്ച ഭീകരതയുടെ ഒരു ഭൂപടമാണിത്. ഇറാന്റെ പ്രവർത്തനം കാരണം അന്താരാഷ്ട്ര ജലപാതകൾ അടച്ചുപൂട്ടി അത് വ്യാപാരം തടഞ്ഞു, രാജ്യങ്ങളെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്നു, ദശലക്ഷക്കണക്കിന് ആളുകളിൽ ദുരിതം വരുത്തുന്നു. ഒരു വശത്ത് ശോഭനമായ അനുഗ്രഹവും പ്രതീക്ഷയുടെയും ഭാവി, മറുവശത്ത് നിരാശയുടെ ഇരുണ്ട ഭാവി. ഈ ഇരുണ്ട ഭൂപടം ഇസ്രായേലിന് ഒരു ശാപം മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ വീണ്ടും ചിന്തിക്കണം. ഇറാന്റെ ആക്രമണം അത് തടഞ്ഞില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളെയും, ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളെയും ഇറാൻ അപകടത്തിലാക്കും. കാരണം ഇറാൻ മിഡിൽ ഈസ്റ്റിനും അപ്പുറത്ത് തീവ്രവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് 5 ഭൂഖണ്ഡങ്ങളിലെ ഭീകര ശൃംഖലയ്ക്ക് ഇത് ഫണ്ട് നൽകുന്നത്. അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്താൻ ആണവ ആയുധത്തിനായി ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നത്. ഏറെ കാലമായി ലോകം ഇറാനെ പ്രീണിപ്പിച്ചു. ഇറാനെ അടിച്ചമർത്തലിന് നേരെ കണ്ണടച്ചു. ഇറാനിലെ അടിച്ചമർത്തലിന് നേരെ കണ്ണടച്ചു. അവരുടെ അന്താരാഷ്ട്ര തലത്തിലെ കടന്നുകയറ്റത്തിന് നേരെ കണ്ണടച്ചു. ആ പ്രീണനം അവസാനിപ്പിക്കണം. ആ പ്രീണനം ഇപ്പോൾ അവസാനിപ്പിക്കണം. ഈ ദുഷിച്ച ഭരണത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇറാനിലെ ധീരരായ ജനങ്ങളെ ലോകരാജ്യങ്ങൾ പിന്തുണയ്ക്കണം. ഉത്തരവാദിത്തമുള്ള സർക്കാരുകൾ ഇറാന്റെ ആക്രമണം തടയാൻ ഇസ്രായേലിനെ പിന്തുണക്കുക മാത്രമല്ല, അവർ ഇസ്രായേലിനൊപ്പം ചേരുകയും വേണം. ഇറാന്റെ ആണവായുധ പദ്ധതി നിർത്താൻ അവർ ഇസ്രായേലിനൊപ്പം ചേരണം. ഈ ബോഡിയിലും സെക്യൂരിറ്റി കൗൺസിലിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞങ്ങളൊരു ചർച്ച നടത്താൻ പോകുന്നു. കാരണം ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നമ്മളെല്ലാവരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യണം. പതിറ്റാണ്ടുകളായി ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ ഞാൻ ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവരുടെ പ്രോഗ്രാമിനെ 1 ദശാബ്ദത്തോളം വൈകിപ്പിച്ചു. പക്ഷേ അവർ അത് നിർത്തിയില്ല. ഇറാൻ ഇപ്പോൾ ആണവ പദ്ധതി അടുത്ത ഘട്ടത്തിൽ ആണവ ആയുധമാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ എല്ലാ രാജ്യങ്ങളുടെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി, ലോകത്തിൻ്റെ മുഴുവൻ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി അത് സംഭവിക്കാൻ നാം അനുവദിക്കരുത്. അത് സംഭവിക്കാതിരിക്കാൻ ഇസ്രായേൽ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യം ലളിതമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ 2 ഭൂപടങ്ങളിൽ ഏതാണ് നമ്മുടെ ഭാവി രൂപപ്പെടുത്തുന്നത്? അത് ഇസ്രായേലിനും നമ്മുടെ അറബ് പങ്കാളികൾക്കും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹമായ ഭൂപടം ആണോ? അതോ ഇറാനും അതിൻ്റെ പ്രോക്സികളും എല്ലായിടത്തും കൂട്ടക്കൊലയും അരാജകത്വവും വ്യാപിപ്പിക്കുന്ന ശാപത്തിൻ്റെ ഭൂപടമാണോ? ഇസ്രായേൽ ഇതിനകം തന്നെ അതിൻ്റെ തീരുമാനം എടുത്തിട്ടുണ്ട്. അനുഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. നമ്മുടെ അറബ് അയൽക്കാരുമായി സമാധാനത്തിനായി ഞങ്ങൾ ഒരു കൂട്ടായ്മ കെട്ടിപ്പടുക്കുന്നു. അതേസമയം ആ സമാധാനത്തിന് ഭീഷണിയായ ഭീകരശക്തികളോട് തുടർച്ചയായിട്ട് പോരാടുകയാണ്. 1 വർഷത്തോളമായി IDFലെ ധീരരായ പുരുഷന്മാരും സ്ത്രീകളും ഗാസ ഭരിച്ചിരുന്ന ഹമാസിൻ്റെ ഭീകരസേനയെ ആസൂത്രിതമായി തകർത്തു.
ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് അധിനിവേശം നടന്ന ദിവസം ആ ഭീകരസേനയുടെ എണ്ണം 40,000-ഓളം ഭീകരർ ആയിരുന്നു. എന്നാൽ 15,000-ലധികം റോക്കറ്റുകളായിരുന്നു അത്. ഇതിന് 350 മൈൽ ഭീകര തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു. ന്യൂയോർക്ക് സബ്വേ സംവിധാനത്തെക്കാൾ വലിയ ഭൂഗർഭ ശൃംഖല അവർ ഭൂമിക്ക് മുകളിലും താഴെയും നാശം വിതച്ചിരുന്നു. ഒരു വർഷത്തിന് ശേഷം IDF ഹമാസ് ഭീകരരിൽ പകുതിയിലധികം പേരെ കൊല്ലുകയോ പിടിക്കുകയോ ചെയ്തു. അവരുടെ റോക്കറ്റ് ആയുധ ശേഖരത്തിന്റെ 90% നശിപ്പിച്ചു. അവരുടെ ഭീകര തുരങ്ക ശൃംഖലയുടെ പ്രധാന ഭാഗങ്ങൾ ഇല്ലാതാക്കി. ശക്തമായ സൈനിക നടപടികളിൽ ഞങ്ങൾ ഹമാസിന്റെ മിക്കവാറും എല്ലാ ഭീകര ബറ്റാലിയനുകളും നശിപ്പിച്ചു. 24 ബറ്റാലിയനുകളിൽ 23 ഇപ്പോൾ ഞങ്ങളുടെ വിജയം പൂർത്തിയാക്കാൻ ഞങ്ങൾ ഹമാസിന്റെ ശേഷിക്കുന്ന പോരാട്ട ശേഷി തകർക്കാനുള്ള നീക്കത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഞങ്ങൾ മുതിർന്ന തീവ്രവാദ കമാൻഡർമാരെ വധിക്കുകയും അവശേഷിക്കുന്ന തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലായ്പ്പോഴും ഞങ്ങളുടെ പവിത്രമായ ദൗത്യത്തിൻ്റെ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഞങ്ങളുടെ ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ആ ദൗത്യം പൂർത്തിയാക്കുന്നത് വരെ ഞങ്ങൾ നിർത്തില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹമാസിന്റെ സൈനിക ശേഷി വളരെ കുറഞ്ഞിട്ടും ഗസയിലേക്ക് വരുന്ന ഭക്ഷണം മോഷ്ടിച്ചുകൊണ്ട് തീവ്രവാദികൾ ഇപ്പോഴും ഗസയിൽ ചില ഭരണാധികാരം പ്രയോഗിക്കുന്നു. ഹമാസ് ഭക്ഷണം മോഷ്ടിക്കുന്നു, എന്നിട്ട് അവർ വില കൂട്ടുന്നു. പിന്നെ അവർ സ്വന്തം ആളുകളിൽ നിന്ന് തട്ടിയെടുക്കുന്ന പണം കൊണ്ട് അവരുടെ ഖജനാവ് നിറക്കുന്നു. അതായത് അവർ മോഷ്ടിച്ച ഭക്ഷണം അമിത വിലക്ക് വിൽക്കുന്നു. അങ്ങനെയാണ് അവർ അധികാരത്തിൽ തുടരുന്നത്. ശരി, ഇതും അവസാനിക്കണം. ഞങ്ങൾ അത് അവസാനിപ്പിക്കാൻ പ്രവർത്തിക്കുകയാണ്. കാരണം ലളിതമാണ്. കാരണം ഹമാസ് അധികാരത്തിൽ തുടരുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും സംഘടിച്ച് ഇസ്രായേൽ വീണ്ടും ആക്രമിക്കും. അതുകൊണ്ട് ഹമാസ് പോകണം, ഹമാസ് തുടരണമെന്ന് പറയുന്നവർ, അത് യുദ്ധാനന്തര ഗാസയുടെ ഭാഗമാകണമെന്ന് പറയുന്നവർ ഒന്ന് സങ്കല്പിക്കുക. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള യുദ്ധാനന്തര സാഹചര്യത്തിൽ 1945 പരാജയപ്പെട്ട നാസികളെ ജർമ്മന് പുനർനിർമ്മിക്കാൻ അനുവദിക്കുന്നത് ആരെങ്കിലും അംഗീകരിക്കുമോ? അത് സാധ്യമല്ല. അത് പരിഹാസമാണ്. അന്നും നടന്നില്ല, ഇപ്പം നടക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധാനന്തര ഗാസയിൽ ഹമാസിന്റെ പങ്ക് ഇസ്രായേൽ നിരസിക്കുന്നത്. ഗാസയെ പിടിച്ചെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ ശ്രമിക്കുന്നത് ആയുധശേഖരം ഇല്ലാത്ത, തീവ്രവാദമില്ലാത്ത ഗാസയാണ്. എങ്കിൽ മാത്രമേ ഈ പോരാട്ടം അവസാനവട്ട പോരാട്ടമാകുമെന്ന് ഉറപ്പുവരുത്താനാവൂ. സമാധാനപരമായ സഹവർത്തിത്വത്തിന് പ്രതിജ്ഞാബദ്ധമായ ഗാസയിലെ പ്രാദേശിക സിവിലിയൻ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതിന് പ്രാദേശികവും മറ്റ് പങ്കാളികളുമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ബന്ദികളെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് എനിക്കൊരു സന്ദേശമുണ്ട്. ബന്ദിയാക്കിയ ആളുകളെ വിട്ടയക്കുക. അവരെല്ലാവരെയും, ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ ജീവനോടെ തിരികെ നൽകണം. നിങ്ങൾ ക്രൂരമായി കൊലപ്പെടുത്തിയവരുടെ മൃതദേഹം അവരുടെ കുടുംബങ്ങൾക്ക് തിരികെ നൽകണം. ഇന്ന് നമ്മോടൊപ്പമുള്ള ആ കുടുംബങ്ങളും ഇസ്രായേലിലെ മറ്റുള്ളവരും അവരുടെ പ്രിയപ്പെട്ടവർക്കായി ഒരു വിശ്രമ സ്ഥലം അർഹിക്കുന്നു. അവരെ ഓർത്ത് സങ്കടപ്പെടാൻ കഴിയുന്ന ഒരിടം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ യുദ്ധം ഇപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കാം. ഹമാസ് കീഴടങ്ങുക, ആയുധം താഴെയിടുക, ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുക എന്നിവ മാത്രമാണ് സംഭവിക്കേണ്ടത്. പക്ഷേ അത് ഇല്ലെങ്കിൽ ഞങ്ങൾ വിജയം നേടുന്നത് വരെ പോരാടും. അതിനു പകരം വെക്കാൻ ഒന്നുമില്ല. ലബനനിൽ ഹിസ്ബുള്ളയെയും ഇസ്രായേൽ പരാജയപ്പെടുത്തണം. ഹിസ്ബുള്ള ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടന്ന സംഘടന. ബിൻ ലാദൻ ഗ്രൂപ്പ് കഴിഞ്ഞാൽ മറ്റേത് ഗ്രൂപ്പിനേക്കാളും കൂടുതൽ അമേരിക്കക്കാരെയും കൂടുതൽ ഫ്രഞ്ചുകാരെയും ഹിസ്ബുള്ള
കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുറയിൽ പ്രതിനിധീകരിക്കുന്ന പല രാജ്യങ്ങളിലെയും പൗരന്മാർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 20 വർഷമായി അത് ഇസ്രായേലിനെ ക്രൂരമായി ആക്രമിച്ചു. കഴിഞ്ഞ വർഷം ഒരു പ്രകോപനവുമില്ലാതെ ഒക്ടോബർ 7 നടന്ന ഹമാസ് കൂട്ടക്കൊലക്ക് ഒരു ദിവസം കഴിഞ്ഞ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചു. ഇത് നമ്മുടെ വടക്കൻ അതിർത്തിയിലുള്ള 60,000-ത്തിലധികം ഇസ്രായേലികളുടെ അവരുടെ വീടുകൾ വിട്ടുപോവാൻ നിർബന്ധിതരാക്കി. അവരുടെ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി. ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള ഊർജ്ജസ്വലമായ നഗരങ്ങളെ പ്രേത നഗരങ്ങളാക്കി മാറ്റി. അതിനാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് തത്തുല്യമായ അമേരിക്കൻ അവസ്ഥയിൽ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൽ പാസോയെയും സാന്റിയാഗോയെയും ഭീകരർ പ്രേത നഗരങ്ങളാക്കി മാറ്റിയെങ്കിൽ എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, അമേരിക്കൻ ഗവൺമെന്റ് എത്ര കാലം അത് സഹിക്കും? ഒരു ദിവസം, ഒരു ആഴ്ച, ഒരു മാസം, ഒരു ദിവസം പോലും അവർ അത് സഹിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിട്ടും 1 വർഷത്തോളമായി ഈ അസഹനീയമായ അവസ്ഥ ഇസ്രായേൽ സഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി, മതിയെന്ന് പറയാൻ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നു. ഞങ്ങളുടെ പൗരന്മാർ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത് വരെ ഞങ്ങൾ വിശ്രമിക്കില്ല. ഒക്ടോബർ 7 മാതൃകയിലുള്ള മറ്റൊരു കൂട്ടക്കൊല നടത്താൻ നമ്മുടെ വടക്കൻ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന ഒരു ഭീകരസേനയെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഹിസ്ബുള്ള നമ്മുടെ അതിർത്തികളിൽ നിന്ന് സൈന്യത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. പകരം ഹിസ്ബുള്ള ഞങ്ങളുടെ അതിർത്തിയിലേക്ക് നീങ്ങി ഞങ്ങൾ കമ്മ്യൂണിറ്റികളിലേക്ക് നുഴഞ്ഞു കയറാൻ അവർ രഹസ്യമായി ഭീകര തുരങ്കങ്ങൾ കുഴിക്കുകയും നമ്മുടെ പട്ടണങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിവേചനരഹിതമായി തൊടുത്തുവിടുകയും ചെയ്തു. അവർ ഈ റോക്കറ്റുകളും മിസൈലുകളും തൊടുത്തുവിടുന്നത് സൈനിക സൈറ്റുകളിൽ നിന്നല്ല. എന്നാൽ അവർ ആ റോക്കറ്റുകളും മിസൈലുകളും സ്കൂളുകളിലും ആശുപത്രികളിലും അപ്പാർട്ട്മെന്റുകളിലും കെട്ടിടങ്ങളിലും ലബനിലെ പൗരന്മാരുടെ സ്വകാര്യ വീടുകളിലും സ്ഥാപിച്ചതിന് ശേഷമാണ് തൊടുത്ത് വിടുന്നത്. അവർ സ്വന്തം ജനങ്ങളെ അപകടത്തിലാക്കുന്നു. അവർ എല്ലാ അടുക്കളയിലും ഒരു മിസൈൽ സ്ഥാപിച്ചു. ഈ ആഴ്ച ലബനിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞു, ഹിസ്ബുള്ള നിങ്ങളെ എത്തിച്ച മരണക്കണിയിൽ നിന്ന് പുറത്ത് കടക്കുക. ഞങ്ങൾ നിങ്ങളോട് യുദ്ധത്തിനില്ല. നിങ്ങളുടെ രാജ്യം ഹൈജാക്ക് ചെയ്യുകയും ഞങ്ങളുടേത് നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഹിസ്ബുള്ളയുമായി ഞങ്ങൾ യുദ്ധത്തിലാണ്. ഹിസ്ബുള്ള യുദ്ധത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നിടത്തോളം ഇസ്രായേലിന് മറ്റ് മാർഗമില്ല. ഈ ഭീഷണി നീക്കം ചെയ്യാനും നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിന് എല്ലാ അവകാശവുമുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. 3 പതിറ്റാണ്ടുകളായി ഇറാന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളും വലിയൊരു ശതമാനം ഈ ആഴ്ച തന്നെ IDF നശിപ്പിച്ചു. ഇസ്രായേലി രക്തം മാത്രമല്ല, അമേരിക്കൻ, ഫ്രഞ്ച് രക്തവും ഒഴുക്കിയ മുതിർന്ന സൈനിക മേധാവികളെ ഞങ്ങൾ തീർത്തു. എന്നിട്ട് ഞങ്ങൾ അവരുടെ പകരക്കാരെ തീർത്തു. പിന്നെ അവരുടെ പകരക്കാർ ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കുന്നത് വരെ ഞങ്ങൾ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് തുടരും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാ പരിഷ്കൃത സമൂഹങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന ഭീകരതയുടെ ശാപം നീക്കം ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. എന്നാൽ ഒരു പുതിയ മിഡിൽ ഈസ്റ്റിനെ അനുഗ്രഹം യാഥാർത്ഥ്യത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് 4 വർഷം മുമ്പ് അബ്രഹാം ഉടമ്പടിയിലൂടെ നാം തുറന്ന പാത തുടരണം. എല്ലാറ്റിനുമുപരിയായി ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാനം കൈവരിക്കുക എന്നതാണ് ഇതിനാൽ അർത്ഥം. അബ്രഹാം ഉടമ്പടിയിലൂടെ ഞങ്ങൾ ഇതിനകം കൊണ്ടുവന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് അറേബ്യൻ ഉപദ്വീപിലൂടെ, സൗദി അറേബ്യയുടെ ആകാശത്തിലൂടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന ദശലക്ഷക്കണക്കിന് ഇസ്രായേലികൾ, വ്യാപാരം, ടൂറിസം, സംയുക്ത സംരംഭങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്നു, സൗദി അറേബ്യയുമായുള്ള അത്തരമൊരു സമാധാനം എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമെന്ന്. നമ്മുടെ 2 രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥക്കും ഇത്
അനുഗ്രഹമാകും. ഇത് മേഖലയിലുടനീളമുള്ള വ്യാപാരവും വിനോദസഞ്ചാരവും വർദ്ധിപ്പിക്കും. മിഡിൽ ഈസ്റ്റിനെ ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ ഇത് സഹായിക്കും. ഊർജം, ജലം, കൃഷി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി നിരവധി മേഖലകളിൽ നമ്മുടെ ഇരു രാജ്യങ്ങൾക്കും സഹകരിക്കാനാകും. അത്തരമൊരു സമാധാനം ചരിത്രത്തിൻ്റെ ഒരു യഥാർത്ഥ മുന്നേറ്റമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അറബ് ലോകവും ഇസ്രായേലും തമ്മിൽ, മുസ്ലിങ്ങൾക്കും ജൂതമതത്തിനുമിടയിൽ, മക്കൾക്കും ജെറുസലേമിനുമിടയിൽ ചരിത്രപരമായ ഒരു അനുരഞ്ജനത്തിന് അത് തുടക്കമിടും. അത്തരമൊരു സമാധാനം കൈവരിക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെങ്കിലും ഇറാനും അതിൻ്റെ ഭീകരവാദികളും അതിനെ ഇല്ലാതാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ടാണ് ഇറാന്റെ നീചമായ പദ്ധതികളെ പരാജയപ്പെടുത്താനുള്ള മാർഗം അനിവാര്യമാണെന്ന് പറയുന്നത്. അത്തരമൊരു സമാധാനം കൂടുതൽ വിശാലമായ അബ്രഹാമിക് സഖ്യത്തിന് അടിത്തറയാകും. ആ സഖ്യത്തിൽ അമേരിക്കയും ഇസ്രായേലിൻ്റെ നിലവിലെ അറബ് സമാധാന പങ്കാളികളും സൗദി അറേബ്യയും സമാധാനത്തിൻ്റെ അനുഗ്രഹം തിരഞ്ഞെടുക്കുന്ന മറ്റുള്ളവരും ഉൾപ്പെടും. ഇത് മിഡിൽ ഈസ്റ്റിലുടനീളം സുരക്ഷയും സമൃദ്ധിയും വർദ്ധിപ്പിക്കുകയും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരുത്തുകയും ചെയ്യും. അമേരിക്കൻ പിന്തുണയും നേതൃത്വമുള്ളതിനാൽ ആളുകൾ വിചാരിക്കുന്നതിലും വളരെ വേഗത്തിൽ ഈ ദർശനം യാഥാർത്ഥ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അത് സാധ്യമാക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യും. നമ്മളും ലോകവും കൈവിട്ടു പോകാൻ പാടില്ലാത്ത അവസരമാണിത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇസ്രായേൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ് നടത്തി സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ശോഭയുള്ള യുഗത്തിലേക്ക് മുന്നേറാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഇറാനും അതിൻ്റെ പ്രോക്സികളും അവരുടെ തിരഞ്ഞെടുപ്പ് നടത്തി ഭീകരതയുടെയും യുദ്ധത്തിൻ്റെയും ഇരുണ്ട യുഗത്തിലേക്ക് മടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളോട് ആ ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? നിങ്ങളുടെ ജനത ഇസ്രായേലിനൊപ്പം നിൽക്കുമോ? ജനാധിപത്യത്തിനും സമാധാനത്തിനുമൊപ്പം നിൽക്കുമോ? അതോ സ്വന്തം ജനതയെ കീഴ്പ്പെടുത്തുകയും ലോകമെമ്പാടും ഭീകരത കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ക്രൂരമായ സ്വേച്ഛാധിപത്യമായ ഇറാനൊപ്പം നിങ്ങൾ നിൽക്കുമോ? നന്മയും തിന്മയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഒരു തർക്കവും ഉണ്ടാകരുത്. നിങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം മൂല്യങ്ങൾക്കും നിങ്ങളുടെ താല്പര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു. അതെ, ഞങ്ങൾ സ്വയം പ്രതിരോധിക്കുകയാണ്. എന്നാൽ അക്രമത്തിലൂടെയും ഭീകരതയിലൂടെയും ഞങ്ങളുടെ ജീവിത രീതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊതുശത്രുവിനെതിരെയും ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കുകയാണ്. അതിനാൽ ഇതിനെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകരുത്. പക്ഷേ നിർഭാഗ്യവശാൽ പല രാജ്യങ്ങളിലും ഈ ഹാളിലും ആശയക്കുഴപ്പം ധാരാളമുണ്ട്. നന്മയെ തിന്മയായും തിന്മയെ നന്മയായും ചിത്രീകരിക്കുന്നു. നമുക്കെതിരെ വംശഹത്യ നടത്താൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ സ്വയം പ്രതിരോധിക്കുമ്പോൾ, ഇസ്രായേൽ വംശീയത്തിന് തെറ്റായി ആരോപിക്കുമ്പോൾ ഈ ധാർമ്മിക ആശയക്കുഴപ്പം ഞങ്ങൾ കാണുന്നു. ഗാസയിൽ ഫലസ്തീനികളെ ബോധപൂർവം പട്ടിണിയിലാക്കിയെന്ന് ICC പ്രോസിക്യൂട്ടർ അസംബന്ധമായി ആരോപിക്കുമ്പോൾ നാം ആശയക്കുഴപ്പം കാണുന്നു. എന്തൊരു അസംബന്ധം! 7 ലക്ഷം ടൺ ഭക്ഷണം ഗാസയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ സഹായിക്കുന്നു. ഗാസയിലെ ഓരോ പുരുഷനും സ്ത്രീക്കും കുട്ടിക്കും ഒരു ദിവസം 3000 കലോറിയിലധികം സാധാരണക്കാരെ ബോധപൂർവം ലക്ഷ്യമിടുന്നുവെന്ന് ഞങ്ങൾക്കെതിരെ തെറ്റായി ആരോപിക്കുമ്പോൾ ഈ ധാർമ്മിക ആശയക്കുഴപ്പം നാം കാണുന്നു. ഒരു നിരപരാധിയും മരിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് എപ്പോഴും ഒരു ദുരന്തമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കൾ സിവിലിയന്മാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്ന സമയങ്ങളിൽ സിവിലിയൻ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണക്കാരുടെ മരണനിരക്ക് കുറയ്ക്കാൻ ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ഒരു സൈന്യവും ചെയ്തിട്ടില്ല. ഞങ്ങൾ വാചക സന്ദേശങ്ങൾ അയക്കുന്നു. ഫലസ്തീൻ സിവിലിയന്മാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ദശലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ ചെയ്യുന്നു. ഇസ്രായേൽ ജനാധിപത്യത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പ്രഖ്യാപിത പുരോഗമനവാദികൾ മാർച്ച് ചെയ്യുമ്പോൾ മറ്റൊരു അഗാധമായ ധാർമ്മിക ആശയക്കുഴപ്പം നാം കാണുന്നു.
ഇറാനിൽ പ്രതിഷേധക്കാരെ വെടിവെച്ച് വീഴ്ത്തിയ, മുടിമറക്കാത്തതിന് സ്ത്രീകളെ കൊലപ്പെടുത്തിയ, പൊതു ഇടങ്ങളിൽ സുവർഗാനുരാഗികളെ തൂക്കിലേറ്റിയ ഭരണാധികാരികളെ അവർ പിന്തുണക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ? ചില പുരോഗമനവാദികൾ US നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്ന പലർക്കും ഇറാൻ ഫണ്ടും ഇന്ധനവും നൽകുന്നു. ആർക്കറിയാം, ഒരുപക്ഷെ ഈ കെട്ടിടത്തിന് പുറത്തുള്ള പ്രതിഷേധക്കാരിൽ ചിലർ അല്ലെങ്കിൽ പ്രതിഷേധക്കാരിൽ പലരും ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടാവും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, 3000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിത്യതലസ്ഥാനമായ ജെറുസലേമിൽ ഭരിച്ചിരുന്ന സോളമൻ രാജാവ് നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു കാര്യം പ്രഖ്യാപിച്ചു. അവൻ പറഞ്ഞു, സൂര്യന് കീഴിൽ പുതിയതായി ഒന്നുമില്ല. ബഹിരാകാശ യാത്ര, ക്വാണ്ടം ഫിസിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയുടെ ഒരു യുഗത്തിൽ അത് ഒരു തർക്ക വിഷയമായ പ്രസ്താവനയാണെന്ന് ചിലർ വാദിക്കും. എന്നാൽ ഒരു കാര്യം നിഷേധിക്കാനാവാത്തതാണ്, ഐക്യരാഷ്ട്രസഭയിൽ തീർച്ചയായും പുതിയതായി ഒന്നുമില്ല. എൻ്റെ കാര്യം തന്നെ എടുക്കുക. 1984 UN-ലെ ഇസ്രായേൽ അംബാസഡർ എന്ന നിലയിലാണ് ഞാൻ ആദ്യമായി ഈ വേദിയിൽ നിന്ന് സംസാരിച്ചത്. അത് കൃത്യം 40 വർഷം മുമ്പാണ്. ഇവിടെ എൻ്റെ കന്നി പ്രസംഗത്തിൽ ഈ സഭയിൽ നിന്ന് ഇസ്രായേലിനെ പുറത്താക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ ഞാൻ സംസാരിച്ചു. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ കപടമായ നിർദ്ദേശത്തിനെതിരെ ഞാൻ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന അവസ്ഥയിൽ തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. ഐക്യരാഷ്ട്രസഭയിൽ തീർച്ചയായും പുതിയതായി ഒന്നുമില്ല. ആരാണ് ഇത്തവണ നേതൃത്വം നൽകുന്നത്? ഹമാസ് അല്ല, അബ്ബാസ്. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഇസ്രായേലുമായി സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളാണിത്. എന്നിട്ടും ഒക്ടോബർ 7 ഭീകരമായ കൂട്ടക്കൊലയെ അപലപിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുന്നു. ഇസ്രായേലികളെയും അമേരിക്കക്കാരെയും കൊലപ്പെടുത്തിയ ഭീകരർക്ക് അദ്ദേഹം ഇപ്പോഴും കോടിക്കണക്കിന് പണം നൽകുന്നു. പേ ഫോർ സ്ലേ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ എത്രത്തോളം കൊല്ലുന്നുവോ അത്രയും പ്രതിഫലം ലഭിക്കും. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനുള്ള അവകാശത്തിനെതിരെയും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തിനെതിരെയും അദ്ദേഹം ഇപ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നയതന്ത്ര യുദ്ധം നടത്തുന്നു. നിങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. 40 വർഷം മുമ്പ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇസ്രായേലിനെ പുറത്താക്കാനുള്ള ആ ക്രൂരമായ പ്രമേയത്തിൻ്റെ സ്പോൺസർമാരോട് ഞാൻ പറഞ്ഞു, മാന്യരെ, നിങ്ങളുടെ മതഭ്രാന്ത് പരിശോധിക്കുക. ഇന്ന് പ്രമേയത്തെ ലജ്ജാകരമായ രീതിയിൽ പിന്തുണയ്ക്കുന്ന പ്രസിഡന്റ് അബ്ബാസിനോടും നിങ്ങളോടും ഞാൻ അതേ കാര്യം പറയുന്നു. നിങ്ങളുടെ മതഭ്രാന്ത് പരിശോധിക്കുക. ഏക യഹൂദ രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഐക്യരാഷ്ട്രസഭയുടെ ധാർമ്മിക കളങ്കമായി തുടരുന്നു. ഒരിക്കലും ബഹുമാനിക്കപ്പെട്ടിരുന്ന ഈ സ്ഥാപനത്തെ എല്ലായിടത്തും മാന്യരായ ആളുകളുടെ കണ്ണിൽ അത് നിന്ദ്യമാക്കി. എന്നാൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഈ UN അവരുടെ സ്വന്തം കോടതിയാണ്. എന്തിനും ഏതിനും ഇസ്രായേലിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു യാന്ത്രിക ഭൂരിപക്ഷം ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. ഈ ഇസ്രായേൽ വിരുദ്ധ ഫ്ലാറ്റ് എർത്ത് സമൂഹത്തിൽ ഏത് വ്യാജ ആരോപണത്തിനും ഏത് വിചിത്രമായ ആരോപണത്തിനും ഭൂരിപക്ഷം നേടാനാകും. കഴിഞ്ഞ ദശകത്തിൽ ഈ ഹാളിൽ UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനെതിരെ പാസാക്കിയ പ്രമേയങ്ങൾ ലോകം മുഴുവനുമെതിരെ പാസാക്കിയതിനേക്കാൾ കൂടുതൽ യാഥാർത്ഥ്യത്തിൽ ഇരട്ടിയിലധികം. 2014 മുതൽ ഈ സംഘം 174 തവണ ഇസ്രായേലിനെ അപലപിച്ചു. ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെയും അത് 73 തവണ അപലപിച്ചു. ഇസ്രായേൽ രാഷ്ട്രത്തിന് 100-ലധികം. എന്തൊരു കാപ്പഡ്യം, എന്തൊരു ഇരട്ടത്താപ്പ്, എന്തൊരു തമാശ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേൽ മറ്റ് രാജ്യങ്ങളെപ്പോലെ പരിഗണിക്കപ്പെടുന്നത് വരെ UN എല്ലായിടത്തും കേവലം പ്രഹസനമല്ലാതെ മറ്റൊന്നുമല്ല. UN-ലെ യഹൂദ വിരുദ്ധ കണക്കിലെടുക്കുമ്പോൾ UN-ൻ്റെ അഫിലിയേറ്റഡ് ഓർഗനൈസേഷനുകളിലൊന്നായ
ICCയിലെ പ്രോസിക്യൂട്ടർ എനിക്കും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിക്കും ജനാധിപത്യ രാഷ്ട്രമായ ഇസ്രായേലിൻ്റെ ജനാധിപത്യപരമായ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തേണ്ടതില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, യഥാർത്ഥ യുദ്ധ കുറ്റവാളികൾ ഇസ്രായേലല്ല, അവർ ഇറാനിലാണ്, അവർ ഗാസയിൽ, സിറിയയിൽ, ലബനിൽ, യമനിൽ ഈ യുദ്ധ കുറ്റവാളികൾക്കൊപ്പം നിൽക്കുന്നവർ, നന്മക്കെതിരെ തിന്മക്കൊപ്പം നിൽക്കുന്നവർ, അനുഗ്രഹത്തിനെതിരെയായ ശാപവുമായി നിൽക്കുന്നവർ, അങ്ങനെ ചെയ്യുന്നവർ സ്വയം ലജ്ജിക്കണം. എന്നാൽ എനിക്ക് നിങ്ങളോട് ഒരു സന്ദേശമുണ്ട്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കും. ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കും. കാരണം ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. ഞങ്ങളുടെ ജനതയെ കൊന്നൊടുക്കിയ കാലത്ത് ആരും ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചില്ല. തലമുറകൾക്ക് ശേഷം ഞങ്ങൾക്കിപ്പോൾ ഒരു രാജ്യമുണ്ട്, ഞങ്ങൾക്കിപ്പോൾ ഒരു ധീര സൈന്യമുണ്ട്, സമാനതകളില്ലാത്ത ധൈര്യമുള്ള ഒരു സൈന്യമുണ്ട്. ഞങ്ങൾ സ്വയം പ്രതിരോധിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ഇസ്രായേലിൻ്റെ നിത്യത ക്ഷയിക്കുകയില്ല. പുരാതന കാലം മുതലുള്ള യഹൂദ ജനതയുടെ ഇതിഹാസ യാത്രയിൽ ആധുനിക കാലത്തെ കൊടുങ്കാറ്റിലൂടെയും പ്രക്ഷുബ്ധതകളിലൂടെയും ആ പുരാതന വാഗ്ദാനങ്ങൾ എല്ലായ്പ്പോഴും പാലിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാ കാലത്തും നിലനിൽക്കും. ഒരു മഹാകവിയുടെ വാചകം കടമെടുത്താൽ ഇസ്രായേൽ ആ ശുഭരാത്രിയിലേക്ക് മൃദുവായി പോകില്ല. പ്രകാശം മരിക്കുന്നതിനെതിരെ നാം ഒരിക്കലും രോഷാകുലരാകേണ്ടതില്ല. കാരണം ഇസ്രായേലിൻ്റെ വിളക്ക് എന്നേക്കും പ്രകാശിക്കും. ഇസ്രായേൽ ജനത്തോടും ഇസ്രായേൽ പടയാളികളോടും ഞാൻ പറയുന്നു, ധീരമായി നിലകൊള്ളുക. ഇസ്രായേൽ ജനത ഇപ്പോൾ, നാളെ, എന്നേക്കും ജീവിക്കുന്നു എന്ന്. ഈ ഒരു പ്രൗഢോജ്ജലമായ പ്രസംഗം ലോകത്ത് വളരെ വലിയ രീതിയിൽ തന്നെയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്.